Welcome to Bosco Campus Vision. Today we are discussing the subject Labour Law and Industrial Relations of BBSY under Kerala University. And myself, Mary Netto, Assistant Professor from Department of Management, Don Bosco College, Kottayam. Today we are discussing the appointment of conciliation officer, or we can say how to appoint a conciliator അല്ലെങ്കിൽ a conciliation missionary. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, last class we already discussed what is conciliation and what are the different roles of a conciliator. So now we can discuss regarding the appointment of a conciliator or a conciliation missionary. So, the appropriate government may, by notification in the official gazette, appoint such number of person as it thinks fit to be conciliation officer. ഇപ്പോൾ ഒരു കൺസീലേഷൻ ഓഫീസ് നമ്മളെല്ലാവരും പറഞ്ഞു, തേർഡ് പാർട്ടി വന്നു അനുരഞ്ജനം നടത്തുന്നു അല്ലെങ്കിൽ കൺസീലേഷൻ നടത്തുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ വ്യക്തി എന്ത് യോഗ്യത ഉള്ളതായിരിക്കണം, ആര് നിയമിക്കുന്നു എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഒരു അപ്രോപ്രിയേറ്റ് ഗവൺമെൻറ് ഇല്ലേ, അപ്പോൾ അന്നത്തെ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ ലോക്കൽ ഗവൺമെൻറ്റോ ആയിരിക്കണം ആരെ കൊണ്ടുവരേണ്ടത്, ഒരു കൺസീലിയേറ്ററെ കൊണ്ടുവരേണ്ടത്. ആൻഡ് സോ by notification in the official gazette such number of person as it think fit to the conciliation office. അങ്ങനെയാണെങ്കിൽ ഒരു ഒഫീഷ്യൽ ഗസറ്റ് ഇല്ലേ, അതായത് ഗവൺമെൻറ്റിൻ്റെ ഒരു ബുക്കാണ് ഇല്ലേ, അത് ഒഫീഷ്യൽ ഗസറ്റ്, അതിനകത്ത് നമ്മൾ പരസ്യപ്പെടുത്തണം ഇല്ലേ, അത് ഈ ഒരു കൺസിലിയേഷൻ ഓഫീസേഴ്സ് അല്ലെങ്കിൽ എത്ര പേരെ വേണം അല്ലെങ്കിൽ എത്ര പേർക്ക് ഇതിനുള്ള യോഗ്യത ഉണ്ട് എന്ന് നമ്മൾ ആ ഗസറ്റിൽ പബ്ലിഷ് ചെയ്യും. The main duty of the conciliation officer shall be to mediate in and promote the settlement of industrial disputes. അപ്പോൾ ഒരു കൺസീലിയേറ്റർ അല്ലേ പരസ്യം ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇന്ന ആവശ്യത്തിന് വേണ്ടി ഇത്ര കൺസീലിയേറ്റേഴ്സിനെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഒരു ഗസറ്റിൽ പരസ്യം കൊടുത്തു കഴിഞ്ഞാൽ ഇവരുടെ ഉത്തരവാദിത്തം അല്ലെങ്കിൽ ഇവരുടെ ജോലി എന്താണ്, ആ ഇൻഡസ്ട്രിയിൽ ചെല്ലുക, ഒരു മീഡിയേഷൻ പ്രോസസ്സ്, ഒരു മധ്യസ്ഥം നിന്നുകൊണ്ട് ആ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യുക അല്ലെങ്കിൽ ആ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സിനെ കൂടുതൽ അല്ലെങ്കിൽ വഷളാക്കാതെ സെറ്റിൽ ചെയ്യുക, അതാണ് അവരുടെ ഡ്യൂട്ടി. ആൻഡ് സോ ദ അതർ ഡ്യൂട്ടീസ് ആർ ടു ഹോൾഡ് കൺസീലിയേഷൻ പ്രൊസീഡിങ്സ്. അപ്പോൾ കൺസീലിയേഷൻ എന്ന് പറയുമ്പോൾ ഒരു ദിവസം ചെല്ലുക, ഒരൊറ്റ സിറ്റിംഗ് അല്ലെങ്കിൽ ഒരു ദിവസം ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുക അല്ലെങ്കിൽ രണ്ട് പാർട്ടീസിനെ സംസാരിച്ച് കണ്ട് ഒത്തുതീർപ്പാക്കുക, അങ്ങനെയല്ല. അതിനൊരു പ്രൊസീഡിങ്സ് ഉണ്ട് ഇല്ലേ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീഡിങ്സ് ഉണ്ട്. അപ്പോൾ അതിനെ അതിൻ്റേതായ രീതിയിൽ കൊണ്ടുപോകുക എന്നുള്ളതാണ് കൺസിലിയറിൻ്റെ ഉത്തരവാദിത്തം. ആൻഡ് ടു ഇൻവെസ്റ്റിഗേറ്റ് ദി ഡിസ്പ്യൂട്ട്. പിന്നെ പെട്ടെന്നൊരു ദിവസം മീറ്റിംഗ് വിളിക്കുകയല്ല, അവർ ആദ്യം നമ്മൾ പറഞ്ഞു സെറ്റിൽമെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട്. അപ്പം ഒരു കൺസിലിയേറ്റർ വന്നാൽ അദ്ദേഹം എന്ത് ചെയ്യണം, ആദ്യം മുതലേ ഈ പ്രോബ്ലത്തിനെ പഠിക്കണം. അദ്ദേഹം ശരിക്കും ഈ പാർട്ടീസ് ആരൊക്കെയാണ് ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ളത്, എന്താണ് ഇതിൻ്റെ ശരിക്കുള്ള പ്രോബ്ലം എന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക. ആൻഡ് സെൻഡ് എ റിപ്പോർട്ട് ആൻഡ് മെമ്മോറാണ്ടം ഓഫ് സെറ്റിൽമെൻറ്റ് ടു ദ അപ്രോപ്രിയേറ്റ് ഗവൺമെൻറ്. എന്നിട്ട് ഏത് ഗവൺമെൻറ്റാണോ ഈ പ്രോസസ്സിന് വേണ്ടി അയച്ചിരിക്കുന്നത് അവർക്കൊരു റിപ്പോർട്ട് സെൻഡ് ചെയ്യുക, അതായത് ഒരു മെമ്മോറാണ്ടം അല്ലെങ്കിൽ റിപ്പോർട്ട് തയ്യാറാക്കി അല്ലെങ്കിൽ പ്രൊസീഡിങ്സ് എന്തൊക്കെയാണ്, ഞങ്ങൾ ഇതിനകത്ത് കണ്ടെത്തിയത് എന്താണ് അല്ലെങ്കിൽ ഞങ്ങളിവിടെ എന്തെല്ലാം ചെയ്തു, എന്നത് തുടങ്ങി എന്നത് തീർക്കണം, അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം, അപ്രോപ്രിയേറ്റ് ഗവൺമെൻറ്റിന് അയച്ചു കൊടുക്കുക. ആൻഡ് സെൻഡ് എ ഫുൾ റിപ്പോർട്ട് സെറ്റിംഗ് ഫോർ the step taken in case no settlement is arrived at. ഇനി ഈ സെറ്റിൽമെൻറ്റ് നടന്നില്ല, ഇവർ വന്നു കുറേ പ്രാവശ്യം പ്രൊസീഡിങ്സ് നീട്ടി, സിറ്റിങ്സ് കുറേ കഴിഞ്ഞു, എന്നിട്ട് ഇത് അറൈവ് ചെയ്ത് അല്ലെങ്കിൽ ഒരു എഗ്രിമെൻറ്റിൽ എത്താൻ പറ്റിയില്ലെങ്കിലും അവരെന്ത് ചെയ്യണം, സമയാസമയങ്ങളിൽ അത് ഗവൺമെൻറ്റിനെ അറിയിച്ച് ചെയ്യിക്കണം. So the conciliator or a conciliation officer shall submit his report within 14 days from the date of commencement of conciliation proceedings. അപ്പോൾ ഡേറ്റ് എടുക്കേണ്ട ഒരു 14 days, അതായത് ഡേറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് കൺസീലിയേഷൻ പ്രൊസീഡിങ്, അതായത് ഈ ഡിസ്പ്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് പ്രൊസീഡിങ്സ് കൺസീലിയേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ പ്രൊസീഡിങ്സ് തുടങ്ങി 14 ദിവസത്തിനകത്ത് ഗവൺമെൻറ്റിന് എന്ത് കൊടുത്തിരിക്കണം, റിപ്പോർട്ട് കൺസീലിയേഷൻ ഓഫീസർ സബ്മിറ്റ് ചെയ്തിരിക്കണം. സോ ദ ആക്ട് പ്രൊഹിബിറ്റ്സ് സ്ട്രൈക്സ് ആൻഡ് ലോക്കൗട്ട്സ് when the conciliation proceedings are in progress. അതുകൊണ്ട് തന്നെ ഈ പ്രൊസീഡിങ്സ് നടക്കുമ്പോൾ ഇൻഡസ്ട്രിയിൽ സ്ട്രൈക്കുകളോ ലോക്കൗട്ടുകളോ ഉണ്ടാകാൻ പാടില്ല. അതിനെ മാറ്റി നിർത്തി അല്ലെങ്കിൽ ഞങ്ങൾ എൻക്വയറിക്ക് വന്നു, ഇനി ഈ പ്രൊസീഡിങ്സ് കഴിയുന്നവരെ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞാൽ ആ പ്രൊസീഡിങ്സ് തീർന്നവരെ സ്ട്രൈക്സോ ലോക്കൗട്ട്സോ ഉണ്ടാകാൻ പാടില്ല. ആൻഡ് സോ ദ ഡ്യൂട്ടി ഓഫ് എ conciliation officer is administrative
not judicial. ഇനി ഈ അഡ്മിനിസ്ട്രേറ്റർ ഓഫീസർ വന്ന അല്ലെങ്കിൽ ഈ കൺസിലേറ്റർ ഓഫീസർ വന്നത് ഗവൺമെൻറ് നിശ്ചയിച്ച പ്രകാരമാണെങ്കിൽ ഒരു ജുഡീഷ്യൽ നിയമപരമായിട്ടല്ല അദ്ദേഹം ഇത് കൈകാര്യം ചെയ്യേണ്ടത്. പകരം ഒരു മേൽനോട്ടം, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സൈഡിൽ നിന്നുകൊണ്ടായിരിക്കണം ഈ പ്രോബ്ലത്തിനെ കൈകാര്യം ചെയ്യേണ്ടത്. So after reporting that no settlement could be arrived at, the conciliation officer cannot be debarred from making further efforts probing about the settlement. സോ ഈ ഒരു കൺസിലേഷൻ ഓഫീസർ വന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഈ പ്രശ്നം സോൾവ് ആകുമെന്ന് ഉറപ്പില്ല അല്ലേ. ചില കേസുകളിൽ അവിടെ നമുക്ക് ഈ പ്രോബ്ലത്തിനെ സെറ്റിൽ ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല, എന്നാൽ അതിൻ്റെ അർത്ഥം അദ്ദേഹത്തെ അതിൽ നിന്ന് പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നു, ഡിബാർ ചെയ്യുന്നു എന്നല്ല. അപ്പോൾ ചില കേസുകളിൽ ഒരു കൺസിലേറ്റർ വന്നാലും ഈ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. So however, the conciliation officer has no power to force a settlement. ഈ കൺസിലേറ്റർ ഓഫീസർ, ഇത് ഒരു കൺസിലേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു അനുരഞ്ജനത്തിന് വേണ്ടി വരുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് ഇത് സെറ്റിൽമെൻറ്റ് ആകണമെന്ന് ഫോഴ്സ്ഫുള്ളി രണ്ട് പാർട്ടീസിനോടും പറയാനുള്ളൊരു അവകാശം ആർക്കില്ല? കൺസിലേറ്റർക്കില്ല. So he can only pursue and assist the party to reach an agreement. അദ്ദേഹത്തിന് പറയാനേ പറ്റൂല്ലേ നിങ്ങളൊരു എഗ്രിമെൻറ്റിൽ എത്തണം, അല്ലാതെ ഫോഴ്സ്ഫുള്ളി ഒരിക്കലും ഒരു കൺസിലേറ്റർക്ക് ഈ സെറ്റിൽമെൻറ്റ് നടത്തണമെന്ന് പറയാൻ പറ്റത്തില്ല. സോ എ കൺസിലേഷൻ ഓഫീസർ is appointed by the appropriate government and it may be notification on the official gazette appoint such number of person. And so the main duty of a officer is that to promote and mediate the industrial dispute. And the conciliation officer has submit his report within 14 days from the date of commencement of conciliation proceeding. And so the act prohibits strikes and lockouts when the conciliation proceedings are in progress. And so the duty of a conciliation officer is administrative, not judicial. And after reporting that no settlement could be arrived at, the conciliation officer cannot be debarred from making further effort for bringing about a settlement. I think you are clear with the conciliation officer. Next we can see the board of conciliation. So the appropriate government may by a notification in the official gazette constitute a board of conciliation for promoting the settlement of industrial dispute. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു ഒരു കൺസിലേഷൻ ഓഫീസറെ നിയമിക്കുന്നത് ഗവൺമെൻറ്റാണ്. ഒഫീഷ്യൽ ഗസറ്റിൽ അവർ പരസ്യം ചെയ്യും ഇല്ല, ഇന്ന കാര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ഇന്ന ഇൻഡസ്ട്രിയൽ തർക്കത്തിന് പരിഹരിക്കാൻ വേണ്ടി ഇത്ര പേരെ ഒരു കൺസിലേഷന് വേണ്ടി നിശ്ചയിച്ചിട്ടുണ്ടെന്ന് പരസ്യം കൊടുക്കാറുണ്ട്. സോ ഇനി ആ ബോർഡിൽ എത്ര പേരുണ്ടായിരിക്കണം? ദ ബോർഡ് ഷാൽ കൺസിസ്റ്റ് ഓഫ് എ ചെയർമാൻ അല്ലേ. അപ്പോൾ അതിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് ഒരു ചെയർമാൻ ആയിരിക്കും. ആൻഡ് 2 or 4 അതർ മെമ്പേഴ്സ്. ഇനി അത് ചെയർമാനോട് കൂടെ 2 അല്ലെങ്കിൽ 4 അതർ മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. ആസ് ദ അപ്രോപ്രിയേറ്റ് ഗവൺമെൻറ് തിങ്സ് ഫിറ്റ്. അപ്പം അതും ആ ഗവൺമെൻറ്റിന് തോന്നുന്നു 2 പേര് വേണോ 4 പേര് വേണോ. അപ്പോൾ ആ ഇൻഡസ്ട്രിയും ആ ഡിസ്പ്യൂട്ടിൻ്റെ സിറ്റുവേഷൻ അനുസരിച്ചാണ് ചെയർമാനോടൊപ്പം 2 പേര് വേണോ 4 പേര് വേണോ എന്ന് ഗവൺമെൻറ് തീരുമാനിക്കുന്നത്. സോ ദ ചെയർമാൻ ഷാൽ ബി ആൻ ഇൻഡിപെൻഡൻറ്റ് പേഴ്സൺ അല്ലേ. ചെയർമാൻ അങ്ങനെയാണ്, സ്വതന്ത്രനായ ഒരു ഇൻഡിപെൻഡൻറ്റ് പേഴ്സണാണ്. ദാറ്റ് ഈസ് അൺകണക്റ്റഡ് വിത്ത് ദ ഡിസ്പ്യൂട്ട് ഓർ വിത്ത് എനി ഇൻഡസ്ട്രി ഡയറക്ട്ലി അഫക്റ്റഡ് ബൈ സച്ച് ഇൻഡ്യൂട്ട്. അപ്പം അദ്ദേഹം ഈ ഡിസ്പ്യൂട്ടുമായിട്ട് ബന്ധമില്ലാത്ത ആളായിരിക്കണം. എന്നാൽ ഇൻഡസ്ട്രിയിൽ ഡിസ്പ്യൂട്ട്സൊക്കെ സെറ്റിൽ ചെയ്യാൻ കഴിവുള്ള അല്ലെങ്കിൽ ഇങ്ങനെ മേഖലകളിൽ ബന്ധപ്പെട്ട് HR-ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തി ആയിരിക്കണം എന്ത് ഒരു കൺസീലേറ്റർ. And the other members shall be persons appointed in equal number to represent the parties to the dispute. ഇനി നമ്മൾ പറഞ്ഞ എന്താണ്, അത് കൂടാതെ ചെയർമാൻ ഒരു ഇൻഡിപെൻഡൻറ്റ് വ്യക്തിയാണ്. പിന്നുള്ള മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 2 പാർട്ടീസ് ഉണ്ട് ഇല്ലേ. സപ്പോർട്ടും ഒപ്പോസും നിൽക്കുന്ന 2 പാർട്ടീസ് ഉണ്ടെങ്കിൽ ഈക്വൽ നമ്പർ, ഒരു A എന്ന് പറയുന്ന പാർട്ടിയിൽ നിന്ന് 2 പേരുണ്ടെങ്കിൽ B എന്ന പാർട്ടിയിലും 2 പേര്, അപ്പം 2 2 4 പേരായി. ഇൻ കേസ് ഒരു പാർട്ടിയിൽ നിന്ന് ഒരാളാണെങ്കിൽ മറ്റേ പാർട്ടിയിൽ നിന്ന് ഒരാൾ, അങ്ങനെ ഈക്വൽ നമ്പർ ഓഫ് പേഴ്സൺ ആയിരിക്കണം ഡിസ്പ്യൂട്ടിംഗ് പാർട്ടീസിൽ ഉണ്ടാവേണ്ടത്. സോ എ പേഴ്സൺ അപ്പോയിൻറ്റഡ് ടു റെപ്രസെൻറ്റ് എ പാർട്ടി ഷാൽ ബി അപ്പോയിൻറ്റഡ് ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് ദി പാർട്ടി. അതുപോലെ തന്നെ എന്താണ്, എ പേഴ്സൺ അപ്പോയിൻറ്റഡ് ടു റെപ്രസെൻറ്റ് എ പാർട്ടിയിൽ ഈ പാർട്ടി റെപ്രസെൻറ്റ് ചെയ്യാനൊരു വ്യക്തി ഉണ്ടാകണം. അദ്ദേഹത്തിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ പാർട്ടിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാം. ഇഫ് എനി പാർട്ടി ഫെയിൽസ് ടു മേക്ക് എ റെക്കമെൻഡേഷൻ within the prescribed period, the appropriate government shall appoint such person as it thinks fit to represent
that party. അപ്പോൾ നമ്മൾ പറഞ്ഞു അല്ലേ, വേണമെങ്കിൽ ആരെ വയ്ക്കാം, റെക്കമെൻഡിങ് ബോഡിയെ വയ്ക്കാം. അപ്പോൾ ഇൻ കേസ് പാർട്ടീസ് അങ്ങനെ റെക്കമെൻഡ് ചെയ്യാൻ ഒരു തേർഡ് പാർട്ടി വെച്ചിട്ടില്ല എങ്കിൽ ആ ഒരു സമയത്തിനകത്ത് ഗവൺമെൻറ്റിന് എന്ത് ചെയ്യാം, ഫിറ്റ് ആവുന്ന ഒരു വ്യക്തിയെ ആ പ്രോസസ്സിലേക്ക് എടുക്കാം. So, the Board of Conciliation cannot admit a dispute in conciliation on its own. It can act only when reference of dispute is made to it by the government. ഇല്ലേ, അപ്പോൾ ഒരു ബോർഡ് ഓഫ് കൺസിലേഷൻ ഇത് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അവരുടെ സ്വന്തം ഇഷ്ടത്തിന് ഈ കൺസിലേഷൻ പ്രോസസ്സ് നടത്താൻ പറ്റത്തില്ല. പകരം എങ്ങനെയായിരിക്കണം, ഗവൺമെൻറ് പറയും ഇല്ലേ, ഇതിൻ്റെ റെഫറൻസ് ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട്, അതനുസരിച്ച് മാത്രമേ കൺസിലേറ്റർ അല്ലെങ്കിൽ ഈ കൺസിലേഷൻ ബോർഡിന് കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റൂ. And so the board must submit its report within 2 months of the date on which the dispute was referred, or within such shorter period as may be fixed by the appropriate government. ഇനി ഈ ഒരു ബോർഡിലേക്ക് അല്ലേ, നമ്മൾ ആദ്യം പറഞ്ഞൊരു കൺസിലേറ്റർ വന്നു കഴിഞ്ഞാൽ 14 ദിവസത്തിനുള്ളിൽ അയാൾ എന്ത് ചെയ്യണം, ഒരു റിപ്പോർട്ട് കൊടുക്കണം. അതിനുശേഷം ഒരു ബോർഡ് ഓഫ് കൺസിലേഷൻ വന്നു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്, ആ ബോർഡിൽ ഇരിക്കുന്ന ആൾക്കാർ 2 മാസം ഈ ഡിസ്പ്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു അല്ലേ 2 മാസത്തിനകത്ത് എന്ത് ചെയ്യണം, ഈ കാര്യങ്ങളെല്ലാം അപ്രോപ്രിയേറ്റ് ഗവൺമെൻറ്റിനെ അറിയിച്ചിരിക്കണം. സോ എ ബോർഡ് ഓഫ് കൺസിലിയേഷൻ ക്യാൻ ഓൺലി ട്രൈ ടു ബ്രിങ് അബൌട്ട് എ സെറ്റിൽമെൻറ്റ്. അപ്പോൾ ഈ ബോർഡ് ഓഫ് കൺസിലിയേഷൻ്റെ ഉത്തരവാദിത്തം എന്താണ്, ഇതൊരു സെറ്റിൽമെൻറ്റിൽ എത്തിക്കുക, അതാണ് അവരുടെ ഉദ്ദേശം. സോ ഇറ്റ് ഹാസ് നോ പവർ ടു ഇമ്പോസ് സെറ്റിൽമെൻറ്റ് ഓൺ ദ പാർട്ടീസ് ടു ദ ഡിസ്പ്യൂട്ട്. അതുകൊണ്ട് നമ്മൾ നേരത്തെയും പറഞ്ഞില്ലേ, ഒരിക്കലും ഇത് സെറ്റിൽമെൻറ്റിൽ ആകണം അല്ലെങ്കിൽ ഇതാക്കിയേ പറ്റും, അങ്ങനെ ഇമ്പോസ് ചെയ്യാനൊന്നും നമുക്ക് കൺസിലേഷൻ ബോർഡിന് പറ്റത്തില്ല. പകരം അവർ താല്പര്യപ്പെടുന്നു എങ്കിൽ നമുക്കിത് ചർച്ച ചെയ്ത് ഇതിനെ സോൾവ് ആക്കാം, അതാണ് അവരുടെ ഉദ്ദേശം. സോ ദിസ് കൺസിലേഷൻ മെത്തേഡ് സേവ്സ് എ ലോട്ട് ഓഫ് ടൈം ആൻഡ് എക്സ്പെൻസ്. അപ്പം ഈ ഒരു കൺസിലേഷൻ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് സമയവും അല്ലെങ്കിൽ നമ്മുടെ പൈസയൊക്കെ ഒരുപാട് സേവ് ചെയ്യാം. കാരണം എന്താണ്, ഇൻഡസ്ട്രിയിൽ തർക്കം ഉണ്ടായാൽ അത് കോടതിയും കേസുമായിട്ട് മുന്നോട്ട് പോയാൽ ഒത്തിരി സമയമെടുക്കും. അപ്പോൾ ഇൻഡസ്ട്രിക്കകത്ത് തന്നെ ഈ കൺസിലേഷൻ പ്രോസസ്സിലൂടെ നമുക്കത് തീർക്കുകയാണെങ്കിൽ നമ്മുടെ ടൈമും നമ്മുടെ എക്സ്പെൻസും നമുക്ക് ഒരുപാട് സേവ് ചെയ്യാം. So it provides satisfaction to each party that it itself in the architect of its own solution. അപ്പം 2 പാർട്ടീസും ഇത് സാറ്റിസ്ഫൈഡ് ആണ്. കാരണം എന്താണ്, ഒരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് പേഴ്സൺ വന്ന് ഇത് പഠിച്ച് ഇത് 2 പേരുടെ അടുത്ത് അവരുടെ സജഷൻസ് പറഞ്ഞ് അല്ലെങ്കിൽ 2 പേരുടെ ഒരു ഇന്നോവേറ്റർ എന്ന നിലയിലൊക്കെ പുതിയ തോട്ട്സും ഐഡിയാസൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താണ്, ഇതിൻ്റെ ഒരു പുതിയൊരു ആർക്കിടെക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അവരുടെ പ്രോബ്ലത്തിന് അവർ തന്നെ സൊല്യൂഷൻ കണ്ടെത്തി എന്ന് ചിലപ്പോൾ ഒരു തോന്നലുണ്ടാകും. അങ്ങനെയെങ്കിൽ ഈ പ്രശ്നം സോൾവ് ആകും. സോ ദ സെറ്റിൽമെൻറ്റ് ഇസ് ബൈൻഡിങ് ഓൺ ഓൾ വർക്കേഴ്സ് unlike direct agreement which is binding only on the parties who have signed it. അങ്ങനെയാണെങ്കിൽ ഈ പ്രോബ്ലംസ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ആരൊക്കെയാണോ ഈ ഇഷ്യൂസിൽ ഉണ്ടായിട്ടുള്ളത് അവർ മാത്രമാണ് ഒരു എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്യേണ്ടതും അല്ലെങ്കിൽ അവർ മാത്രമാണ് ഒരു ഡയറക്റ്റ് എഗ്രിമെൻറ്റ് അല്ലെങ്കിൽ ഡയറക്റ്റ് കോൺടാക്റ്റ് എന്താണ് ഈ കൺസിലേഷൻ പ്രൊസീഡിങ്സായിട്ട് മുന്നോട്ട് നീങ്ങേണ്ടത് ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള പാർട്ടീസ് മാത്രമാണ്. ആൻഡ് സോ അല്ലേ, ഒരു കൺസിലേഷൻ എന്ന് പറയുമ്പോൾ മനസ്സിലായല്ലോ. അപ്പം ഒരു കൺസിലേഷൻ ബോർഡ്, ദ ബോർഡ് ഓഫ് കൺസിലേഷൻ ക്യാൻ ഓൺലി ട്രൈ ടു ബ്രിങ് അബൌട്ട് എ സെറ്റിൽമെൻറ്റ്. അപ്പോൾ ഒരു കൺസിലേഷൻ ബോർഡിന് സെറ്റിൽമെൻറ്റിന് ഇമ്പോസ് ചെയ്യാൻ പാടില്ല. പകരം എന്താണ്, ശരിക്കും ഒരു സെറ്റിൽമെൻറ്റിൽ കൊണ്ട് എത്തിക്കാൻ അവർക്ക് പറ്റും. അവരുടെ അതിന് സ്റ്റിമുലേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ പുറത്ത് ഇമ്പോസ് ചെയ്യാനോ ഒന്നൊരു അവകാശം ബോർഡ് ഓഫ് കൺസിലേഷന് ഇല്ല. അപ്പം ഈ പോർഷൻ, അതായത് we already discussed what is conciliation, role of conciliator, then what are the we discussed board of conciliation or conciliation machinery. അങ്ങനെ പല ടോപ്പിക്സ് കൺസിലേഷനായിട്ട് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ I hope you all understood these topics. It is a very important topic, and so prepare well, study well. Thank you.